ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്ഡേറ്റ്സിന്റെ പെരുമഴയാണ് സത്യം പറയാമല്ലോ. നെൽസൺ ദിലീപ് കുമാർ ഇപ്പോ പുള്ളിയുടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ആദ്യ സിനിമ നയൻതാരയുമൊത്ത് കോലമാവ് കോകില ചെയ്തു വരുമ്പോൾ, രണ്ടാമത് സിനിമ ശിവകാർത്തിയനുമൊത്ത് ഡോക്ടർ ചെയ്ത് 100 കോടിയിൽ എത്തുമ്പോഴും, മൂന്നാമത്തെ സിനിമ ദളപതി വിജയമായിട്ട് ബീസ്റ്റ് വരുന്നു. ബീസ്റ്റിന് വളരെ നെഗറ്റീവ് റിവ്യൂസും ഡിസാസ്റ്റർ റിവ്യൂസും വന്നിട്ടും ബീസ്റ്റ് തളപതി വിജയുടെ ആ ബ്രാൻഡും സ്റ്റാർഡവും കൊണ്ടൊക്കെ കളക്ഷൻ വൈസ് ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു സിനിമ കൂടെയായിരുന്നു. എന്നിരുന്നാലും ദളപതി വിജയുടെ ഒരു സിനിമയാവുമ്പോൾ അതൊരു നെഗറ്റീവ് റിവ്യൂ വരുമ്പോൾ അത് എത്രമാത്രം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഒരു ഡയറക്ടറിന് ഉണ്ടാക്കുക എന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതാണ് നെൽസൺ. അതിനുശേഷം നെൽസനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നെൽസനെ എല്ലാവരും അവഗണിച്ചു. പല പരിപാടികളിലും നെൽസനെ ഇൻവൈറ്റ് പോലും ചെയ്തിട്ടില്ല. ആ സമയങ്ങളിൽ കത്തി നിന്നത് ലോകേഷ് കനകരാജായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. ജയിലറായിട്ട് ഒരു സിനിമയായിട്ട് രജനീകാന്തുമായിട്ട് വന്നു നെൽസൺ. അതൊരു തട്ട്, തളുപ്പ്, തൊരിപ്പ്, പൊരിപ്പ്, എന്തൊക്കെ രിപ്പ് പറഞ്ഞാലും അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് ഒരു കിടിലം പടം ജയിലറുമായിട്ട് വന്നിരുന്നു. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാവരും ഹൈലി എൻജോയ് ചെയ്യിപ്പിച്ച ഒരു തട്ട് പൊളിപ്പൻ കിടിലം പടമായിരുന്നു ജയിലർ. അപ്പോൾ ഈ ജയിലറിന് ശേഷം വീണ്ടും നെൽസൺ ജയിലർ 2 ആയിട്ട് അതേ ക്രൂ ആയിട്ട് വരുന്നുണ്ട്, കാസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ജയിലറിൽ നിങ്ങൾക്കറിയാം, രജനീകാന്ത്, മോഹൻലാല്, ശിവരാജ് കുമാർ, ഈ 3 പേരെയും വെച്ച് ഒരു താണ്ഡവം തന്നെ നെൽസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ ഒരുപാട് കളക്ഷനും നേടിയിട്ടുണ്ടായിരുന്നു. ഈവൻ മലയാളത്തിൽ വരെ, മലയാള ബോക്സ് ഓഫീസിൽ വരെ, കേരളത്തിൽ വരെ. പിന്നെ അനിരുദ്ധിന്റെ ഒരു ഹുക്കും, ആ ഒരു ഹുക്കുമിന്റെ ആ ഒരു ഫ്രേസ് കൊണ്ട് അനിരുദ്ധ് ഉണ്ടാക്കിയ ഓളം, ആ ഒരു സിനിമ അനിരുദ്ധ് കൊണ്ടുപോയ ആ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും പറയാനില്ല. അനിരുദ്ധ് സത്യം സല്യൂട്ട് ചെയ്തു പോകും. അമ്മാതിരി ഒരു ഫോർമാറ്റിലായിരുന്നു അനിരുദ്ധ് അഭിജിയുമായിട്ട് ആ പടത്തെ ഫുള്ളായിട്ട് ക്യാരി ചെയ്തത്. അപ്പോൾ ജയിലർ 2 വരികയാണ്. ജയിലർ 2 2026 റിലീസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പറയുന്നത്. ജയിലർ 2 അതേ കാസ്റ്റ് ആൻഡ് ക്രൂസിലൊക്കെ വരുന്ന ഒരു സിനിമ തന്നെയാണ്. രജനീകാന്ത് വരുന്നുണ്ട്, മോഹൻലാലും സിനിമയിലുണ്ട്, ശിവരാജ് കുമാറും സിനിമയിലുണ്ട്. ഇതല്ലാതെ ഇടയ്ക്ക് ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു ജയ് ബാലയ്യ ചിലപ്പോൾ സിനിമയിൽ വരുമെന്ന്. അത് ഫുള്ളി അത് എന്താ പറയുക, ഒരു കൺഫർമേഷൻ ആയിട്ട് പറയാറായിട്ടില്ല. ബട്ട് എന്നിരുന്നാലും വരുമെന്നുള്ളൊരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ വരുന്ന എന്താണെന്ന് വെച്ചാൽ, സിനിമയിലൊരു 1 ക്യാമിയോ വരുന്നുണ്ട്. ബോളിവുഡ് ബാദിഷാ ഹിന്ദി നാളെ ഇറക്കിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മറ്റാരുമല്ല, ദ റാവൺ, ഓം ശാന്തി ഓം ശാം, എല്ലാമാണ് ദ കിങ് ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാനാണ് പുതിയ ഒരു എന്താ പറയുക റോളിൽ, ഒരു ക്യാമിയോ റോളിൽ ജയിലർ 2 എത്തുന്നു എന്നുള്ള ഒരു കൺഫർമേഷൻ ന്യൂസ് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ജിഷാൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ജയിലർ സിനിമയിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറായ പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ ജയിലർ 2 എന്ന പോലെ ലാലേട്ടൻ, മോഹൻലാൽ, ഷാറൂഖ് ഖാൻ, രജനീകാന്ത്, ശിവരാജ് കുമാർ, ഇന്ന് 4 പേര് ഒരു ജീപ്പിൽ ഓടിച്ചു പോകുന്ന ഒരു AI പിക്ചർ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടിപ്പ ഇറുക്കും എന്നുള്ള ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ നമുക്ക് മനസ്സിലാകാം, ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാകാം സിനിമയിൽ ആര് എന്ത് വരുമെന്നുള്ളത്. അപ്പോൾ ഷാറുഖ് ഖാനെ ഈ സിനിമയിലേക്ക് ഒരു ക്യാമിയോ റോളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത് കൺഫേമും ചെയ്തിട്ടുണ്ട് ഷാറുഖ് ഖാൻ ഉണ്ടെന്നുള്ളത്. എന്തായാലും ആ ഒരു ക്ഷണം ഷാറുഖ് ഖാൻ നിരസിക്കാനും വേറെ ചാൻസ് ഒന്നുമില്ല. കാരണം സിനിമയിൽ തന്നെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച നടന്മാരുള്ള, തമിഴിൽ നിന്ന് രജനീകാന്ത്, മലയാളത്തിൽ നിന്ന് മോഹൻലാൽ, എല്ലാം ഷാറുഖ് ഖാൻ ഇഷ്ടപ്പെട്ട ആളാണ്. കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാർ. അതുകൊണ്ട് ഷാറുഖ് ഖാൻ ഈ ഒരു ക്ഷണം നിരസിക്കാൻ യാതൊരു ചാൻസും ഇല്ല. മിക്കവാറും അല്ല, ഷാറുഖ് ഖാൻ ഉണ്ട് എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഈ സിനിമയിൽ ജയിലർ 2. അപ്പോൾ ഡേ ബൈ ഡേ ജയിലർ 2യുടെ ആ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ബിഗ് 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 ഹ്യൂജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നെൽസൺ ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത്, അധികാരത്തിലേക്കാണ് വരുന്നത് എന്നുള്ള രീതിക്കാണ് നെൽസൺ വരുന്നത്. എന്നെ തോൽപ്പിച്ച, അല്ലെങ്കിൽ എന്നോട് തോൽവി പറഞ്ഞവരോട് ഞാനിപ്പോൾ വരുന്നുണ്ടാ എന്നുള്ള ഒരു ടോക്കറ്റീവിലാണ്
നെൽസൺ വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ജയിലർ എന്ന സിനിമയിൽ രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ ഈ 3 പേരെയും വെച്ചു എന്തോരം മോളം ഉണ്ടാക്കിയ ഒരാളാണ് നെൽസൺ. അതായത് മലയാളത്തിലേക്ക് വന്നു, തമിഴിൽ നിന്ന് വന്നു, കന്നഡയിൽ നിന്ന് വന്നു, ഇനിയിപ്പോൾ ഹിന്ദിയിൽ നിന്ന് ഷാറുഖ് ഖാനെയും കൂടെ ഇറക്കുമ്പോൾ ആ ഒരു ജയിലറിന്റെ സ്കെയില്, ആ ഒരു ബോളിവുഡിൽ ആ ഒരു മാർക്കറ്റും കൂടെ പിടിക്കുന്നതിന് യാതൊരു സംശയവും ഇല്ല. 4 ഇൻഡസ്ട്രിയിൽ നിന്ന് 4 വമ്പന്മാരെയാണ് ഇറക്കുന്നത്, അതും ഒരു സിനിമയിലും. ആ 4 പേരെയും ചിലപ്പോൾ ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റും, ചിലപ്പോൾ ഒറ്റ ആ ഒരു നമ്മളെ ക്ലൈമാക്സിൽ 3 പേരെ മാറി മാറി കാണിച്ചിട്ടില്ലേ ജയിലറിലെ, അതുപോലെ തന്നെ ജയിലർ 2 ക്ലൈമാക്സിൽ അങ്ങനെയല്ല 4 പേരെ മാറി മാറി കാണിക്കും നെൽസൺ. അപ്പൊ അവരെ ഒരു മാസമായിട്ട് കാണിക്കുക. അത് ആ 4 ഇൻഡസ്ട്രിയിലും ആ 4 മാർക്കറ്റിലും എന്തുമാത്രം ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയണം. സൺ പിക്ചേഴ്സ് തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൺ പിക്ചേഴ്സ് കളക്ഷന്മാരാ റെഡിയായിരുന്നു. ആൻഡ് അനിരുദ്ധ് കത്തിക്കും. നേരത്തെ രജനീകാന്തിനും മോഹൻലാലിനും ശിവരാജ് കുമാറിനും മ്യൂസിക് ഇട്ട്, ഇപ്പോൾ ഷാറുഖ് ഖാനും കൂടെ ഈ പടത്തിൽ ഒരു മ്യൂസിക് കൂടെ ഇട്ട് കൊടുത്ത് അങ്ങാളി കത്തിക്കും അനിരുദ്ധ്. അതിൽ വേറെ സംശയമൊന്നും വേണ്ട. അപ്പോൾ നെൽസൺ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് വരുന്നത്, ഇനി ഞാൻ തന്നെ ഇവിടെ എന്നുള്ളത്. കാരണം ഇപ്പോൾ ലോകേഷ് കനകരാജിന്റെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. 5 സിനിമകളിൽ, അതായത് മാനഗരം, കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ എന്ന 5 സിനിമകളുമായിട്ട് വൻ ബ്രാൻഡുമായിട്ട് വന്ന് ഇന്ന് ഒറ്റ പടം കൂലി കൊണ്ട് ലോകേഷ് കനകരാജിന് വന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം. ലോകേഷ് കനകരാജ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു നായകനായിട്ട് DC എന്ന ചിത്രത്തിൽ അരുൺ മാത്യൂഷൻ സംവിധാനം ചെയ്യുന്ന ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതുമല്ലാതെ അല്ലു അർജുനുമായിട്ട് തെലുങ്കിൽ അനിരുദ്ധുമായിട്ടും കൊളാബ് ചെയ്ത ഒരു സിനിമ സംവിധാനവും ചെയ്യുന്നുണ്ട്. AA23 എന്നാണ് ഇപ്പോൾ ടെമ്പറലി ഇട്ടിട്ടുള്ളത് അതിന്റെ പേര്. ബട്ട് നെൽസൺ ഇതെല്ലാം താണ്ടി വീണ്ടും നെൽസൺ അവിടെയും ഒരു കംബാക്ക് കൊടുത്തിരിക്കുകയാണ്. രജനീകാന്തും കമൽഹാസനും ഒരുമിച്ചൊരു റീയൂണിയൻ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു റീയൂണിയൻ ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് മില്യൺ വ്യൂസ് ആ ഒരു വീഡിയോക്ക് റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡ് മൂവീസ് ആണ് അത് പ്രൊഡ്യൂസും കാര്യങ്ങളും ചെയ്യുന്നത്. അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. ആജാ രാജ ആജ എന്നൊരു ടീം മ്യൂസിക്കാണ് ഈ പടം വൺ ട്രെൻഡിങ് ആണ്. അപ്പോൾ നെൽസൺ ഇപ്പം ബാക്ക് ടു ബാക്ക് രജനിയെ കൊണ്ട് കളിക്കുകയാണ്. ജയിലറിൽ രജനി, ജയിലർ 2 രജനി, ഇപ്പം റീയൂണിയന് വരുമ്പം വീണ്ടും രജനി വരുന്നു. 3 ഒരുമിച്ച് പടം വരുന്നത് ജയിലർ 2 ആൻഡ് ഈ ഒരു റീയൂണിയൻ പടം 3ഉം വരുന്നത് രജനിക്ക് വരുന്നത്, രജനിയുമായിട്ടാണ് നെൽസന് വരുന്നത്. അപ്പോൾ നെൽസൺ ആ ഒരു കൊമ്പത്ത് ഇപ്പം ഇരിക്കുകയാണ്. ജയിലർ 2 ആ ഒരു പ്രതീക്ഷയ്ക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ പ്രതീക്ഷ ഉയരും. അതുമല്ലാതെ അടുത്ത ചിത്രം രജനീകാന്ത് കമൽഹാസനും, ഏറെ തമിഴ്നാട് കാത്തിരുന്ന ആ ഒരു കമൽഹാസനും രജനീകാന്തും ഉള്ള ആ ഒരു കോംബോ, ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ആ ഒരു ഉലക നായകനുള്ള ഒരു കോംബോ, അത് വരുമ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് നെൽസനും നന്നായിട്ട് അറിയാം, തമിഴ് പ്രേക്ഷകർക്ക് പറയാം. അപ്പൊ നെൽസൺ ഇപ്പോൾ ഒരു ഭയങ്കര കംബാക്കിലാണ് വരുന്നത്. നെൽസൺ അപ്പാടെ എന്നെ പുച്ഛിച്ചവർക്കെല്ലാവരും എന്നെ ഇപ്പം അഭിമാനം കൊള്ളുന്ന സമയത്തിലേക്ക് ഞാൻ എത്തുമെന്നുള്ളതാണ് നെൽസൺ കൊണ്ടുവരുന്നത്. നെൽസൺ ഇപ്പം വേറെ ലീഗിലാണ് നെൽസൺ. അതായത് ഒരു ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ലോകേഷ് കനകരാജും നെൽസനും വെച്ച് നോക്കുവാണെങ്കിൽ നെൽസൺ കുറച്ച് ഹൈ ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ലോകേഷ് കനകരാജും അപ്പാടെ എന്താ പറയുക, ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നെങ്കിലും നെൽസൺ കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ്, അതായത് നെൽസൺ കൊണ്ടുവരുന്നത് ഇപ്പോൾ രജനീകാന്ത് വെച്ചോ, രജനീകാന്തിനെ നിങ്ങൾ ആ ഒരു ഗണത്തിലേക്ക് കൂട്ടണ്ട, കാരണം ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. നെൽസൺ കൊണ്ടുവന്ന വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും വലിയൊരു താരത്തിനാണ് മോഹൻലാലിന്. കന്നഡ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരത്തിനാണ് ശിവരാജ് കുമാറിന്. ഇപ്പോൾ ജയിലർ 2 വരുമ്പം ഹിന്ദിയിൽ നിന്ന് ഷാറുഖ് ഖാൻ ഏറ്റവും വലിയൊരു സ്റ്റാറിനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ലോകേഷും മൾട്ടി സ്റ്റാർ മൂവീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നെൽസൺ കൊണ്ടുവന്നെല്ലാം കൊമ്പത്ത് ആൾക്കാരെയാണ്. ലോകേഷ് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ എല്ലാവരും അറിയാതെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നെങ്കിലും പക്ഷെ നെൽസൺ കൊണ്ടുവന്നൊക്കെ കൊമ്പത്ത് ആൾക്കാരാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ജയിലർ 2 കഴിഞ്ഞ് നെൽസന് വരുന്നത് കമലഹാസനും രജനീകാന്തും ഉള്ളതാണ്. അതും കൊമ്പത്ത് തന്നെയാണ്. രജനീകാന്തും കമലഹാസനായിട്ട് ലോകേഷ് പടം ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു മൾട്ടി സ്റ്റാർ വരുമ്പം എനിക്ക് തോന്നുന്നു നെൽസൺ തന്നെയാണ് കുറച്ചുകൂടെ മൾട്ടി സ്റ്റാർ വലുതായിട്ട് പിക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഷാറുഖ് ഖാനെ കൂടെ കൊണ്ടുവന്ന ആ ഒരു മാർക്കറ്റിന്റെ ആ ഒരു ജയിലർ 2ന്റെ ആ ഒരു ഇമ്പാക്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തായാലും ഷാറുഖ് ഖാൻ ഉണ്ടാവുമെന്നും
ലാലേട്ടൻ്റെ ജയിലർ കോസ്റ്റ്യൂം ഡിസൈനർ ആ ഒരു സ്റ്റോറിയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിപ്പായിരിക്കും ഒന്ന് ഉറപ്പായിട്ട് ആ പടം വേറെ ലെവലിൽ ക്ലിക്കാവുന്നുള്ളത് യാതൊരു സംശയം വേണ്ട. കളക്ഷൻ വൈസ് ആയാലും ആൻഡ് തിയേറ്ററിൽ താറുമാറായിരിക്കും അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ പടം നമുക്ക് നെൽസൺ പണി വെച്ച് തരും, അതിൽ സംശയമൊന്നുമില്ല. ആ ഒരു സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അനിരുദ്ധിൻ്റെ BGM, നെൽസന്റെ ഡയറക്ഷൻ പറയും എല്ലാം ആയിട്ടൊരു കിടിലം പടം തന്നെയാണ് ജയിലർ 2 വരുന്നത്. ജയിലർ 2 ഒരുപാട് മലയാളികളും ഉണ്ടെന്ന് പറയുന്നു. ഷൈൻ ടോം ചാക്കോ, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെയും ഒരുപാട് മലയാളികളിലും ഉണ്ട്. ജയിലർ 2 കേരളത്തിലും ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജയിലർ 2-ൽ എനിക്കൊരു വിനായകന് പകരമായിട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് വരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ക്യാരക്ടേഴ്സും മലയാള സ്ഥലങ്ങളുമായിട്ട് ഒരുപാട് ഇതൊക്കെ വരുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ജയിലർ 2 വെയിറ്റ് ചെയ്യാം. മിക്കവാറും 4 പേരെയും ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ, ഷാറുഖ് ഖാൻ തിയേറ്ററിൽ ഒറ്റ സ്ക്രീനിൽ. എനിക്ക് നെൽസൺ അത് ക്രിയേറ്റ് ചെയ്യുമെന്നാണ്. കാരണം നെൽസൺ തൻ്റെ പേര് ആ ഒരു മൂവി ബഫിൽ പറയും. ആ മൂവി ബഫിൽ നെൽസൺ ഞാനാണ് ഈ മൊത്തം പേരെ ഒറ്റ സ്ക്രീനിൽ കൊണ്ട്. അപ്പോൾ അതാരെന്ന് എല്ലാവരും നോക്കും, ധാരാളം എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നോക്കിട്ട് നെൽസൺ 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 ദിലീപ് കുമാർ. അപ്പോൾ എന്തായാലും ഷാറുഖ് ഖാൻ്റെ ഒരു ക്യാമിയോ, ഷാറുഖ് ഖാൻ്റെ റോള് ജയിലർ 2-ൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പടവും ഒരു 1.5 പടമായിരിക്കും. നെൽസൺ നീ പണ്ണ റെഡിയായിരിക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്.